ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2121. ഇന്ന് ഒക്ടോബർ മാസം 21-ാം തീയതി, ഈ ആണ്ടിലെ 294-ാമത്തെ ദിവസത്തിലെത്തി. ദേവാലയത്തിന്റെ സമീപത്തുള്ള ഒരു കുളത്തിന്റെ കരയില് അത്ഭുതകരമായി ലഭിക്കുന്ന സൗഖ്യം പ്രതീക്ഷിച്ച് ദീർഘകാലമായി കാത്തുകിടന്ന ഒരു മനുഷ്യനെ നമുക്ക് പരിചയമുണ്ട്. വളരെ ദീർഘകാലം, 38 വർഷക്കാലം. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആരംഭഭാഗം. അങ്ങോട്ടെത്തിയ യേശു എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ദേവാലയത്തിലേക്ക് കയറുന്നതിന് മുമ്പേ അങ്ങോട്ട് പോകാനായിട്ട് മനസ്സായില്ല. എന്തുമാത്രം അത്ഭുതകരമായ സാഹസികമായ ഒരു നിലപാടാണ്. ഇതൊക്കെ പറയുമ്പോഴും ആ 38 വർഷമായി അവിടെ അങ്ങനെ കാത്തുകിടക്കുന്ന, സൗഖ്യം പ്രതീക്ഷിച്ചു കിടക്കുന്ന അവനോടുള്ള കുശലാന്വേഷണം ഇതുവരെയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനോട് ഇതുവരെയും പൊരുത്തപ്പെടാനാവുന്നില്ല. സൗഖ്യപ്പെടാൻ ഇപ്പോഴും നിനക്ക് മനസ്സുണ്ടെന്ന്. അതെന്തൊരു ചോദ്യമല്ലേ? സൗഖ്യപ്പെടാൻ മനസ്സില്ലെങ്കിൽ അയാൾ ഈ ദീർഘകാലം അവിടെ കിടക്കും. ഇപ്പോഴും അയാൾ അവിടെ കിടക്കുന്നത് സൗഖ്യപ്പെടാനാണ് എന്ന് ആരാണ് എന്നോട് പറഞ്ഞത്? ഇപ്പോൾ ഇങ്ങനെ ഇവിടെ കിടക്കും, സൗഖ്യം തന്നെ തേടി വരും, തനിക്കും ഒരു അവസരം കിട്ടും എന്ന ഒരു വിശ്വാസമോ പ്രത്യാശയോ അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് ആരാണ് എന്നെ ബോധ്യപ്പെടുത്തിയത്? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ക്രിസ്തുയേശുവിന്റെ ചോദ്യം കുറച്ച് മോശമാവുള്ളൂ. മറിച്ച് കാലം കൊണ്ട് അയാൾ ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലോ, നിരാശയ്ക്ക് മീതെ വിഷാദവും വന്ന് വീണ് ജീവിതം എങ്ങനെയൊക്കെ ഇങ്ങനെയായി, ഇനി അങ്ങ് ഒടുങ്ങുന്നത് വരെ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് നമ്മൾ പലരും വിചാരിക്കുന്നത് പോലെ അയാളും ഒരു ആശ്വാസത്തിലെത്തിയിട്ടുണ്ട്, ഒരു മടുപ്പിലെത്തിയിട്ടുണ്ട്, ശരിക്കും ഒരു പരിഭവത്തിൽ എത്തിയിട്ടുണ്ട്. സകലരോടും ഒരു കലഹത്തിലാണ് അയാൾ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുയേശുവിന്റെ ചോദ്യം എത്ര പ്രസക്തമാണ്, എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമാണ് ദൈവത്തിന് അത് നിനക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കുക. എന്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ പലതിനും പലപ്പോഴും ദീർഘമായ കാലതാമസം വരുന്നുണ്ടാവും. അത് നമ്മളെ ശരിക്കും വിശ്വാസത്തിൽ നിന്നും പ്രത്യാശയിൽ നിന്നും കാത്തിരിപ്പിൽ നിന്നും ഒക്കെ അകറ്റിക്കളയുന്നുണ്ട്. നിരാശ വന്ന് നമ്മളെ മൂടുന്നുണ്ട്. പതിയെ പതിയെ നമ്മളുടെ ആവശ്യത്തെ പോലും മറന്നിട്ടുണ്ട്. ആരോടാണോ നമ്മൾ ആവശ്യം അപേക്ഷയിലൂടെ അറിയിച്ച് കാത്തിരിക്കുന്നത്, അയാളെ നമ്മൾ വിട്ടോ. ഓർമ്മയിൽ നിന്ന്, ധ്യാനത്തിൽ നിന്ന്, ബോധത്തിൽ നിന്ന് ആ ഒരു തിരിച്ചറിവിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയാണ് യേശുവിന്റെ ചോദ്യം മുഴങ്ങുന്നത്. ഇപ്പോഴും നീ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ഒരു ഇടപെടലിനായിട്ട് എപ്പോഴും എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.